നമ്മക്കിന്ന് ഒരു യാത്ര പോവാം. ഇതൊരു സാധാരണ യാത്രയൊന്നും അല്ലേ. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞേന്ന് വെച്ച് കഴിഞ്ഞാല്, കുട്ടിക്കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക്. സ്കൂളിൽ നിന്ന് പണ്ടെല്ലാം ടൂറ് പോക്കില്ലേ, അങ്ങനെ ഒരു ടൂറ് പോയ കഥയാണ് ഇത്. നമ്മള് കോഴിക്കോട്ടേക്കാണ് പോയിട്ടുണ്ടായത്. ഒരു 10 മണിയെല്ലാം ആയടുത്ത് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തി. സ്കൂളിൽ പഠിക്കുമ്പോ ടൂറ് പോകുന്ന നേരത്ത് ഏടി എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂ ആക്കി നിർത്തും. പിന്നെ എല്ലാരും കൂടിയിരുന്ന് രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് ഇതെല്ലാം കാണുമ്പോ കൊറേ ഓർമ്മ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നുണ്ടായി. ആടുന്ന് പിന്നെ നേരെ പോയത് പഴശ്ശിരാജ മ്യൂസിയത്തിലോട്ടേക്കേനുവേ. ഈട പുരാതന ലോഹങ്ങള്, ഉപകരണങ്ങള്, നാണയങ്ങള്, ശില്പങ്ങള്, മ്യൂറൽ പെയിന്റിങ്, മഹാശിലാ സംസ്കാരങ്ങള് ഇതെല്ലാന്ന് ഉള്ളത്. ഈട ആർട്ട് ഗാലറിയും ഉണ്ട്. രാജരവിവർമ്മന്റെയും രാജരാജവർമ്മന്റെയും പ്രശസ്തമായ ചിത്രങ്ങൾ കൂടി ഉണ്ട്. ഇതിന്റെ ഉള്ളില് ബട്ടർഫ്ലൈ ഗാർഡൻ കൂടി ഉണ്ട്. ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് പൂമ്പാറ്റൊന്നും ഉണ്ടായിട്ടില്ലേ, പക്ഷെ എല്ലാം കൂടി ആടെ ഇരിക്കാൻ നല്ല രസേനു. പിന്നെ ആടുന്ന് നേരെ പോയത് സയൻസ് സെന്ററിലോട്ടേക്കാണ്. 1997 ഇത് സ്ഥാപിക്കുന്നത്. ഈട ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള പ്ലാനറ്റോറിയം, 3D തിയേറ്റർ, ആസ്ട്രോണമി ഗാലറി, അക്വേറിയം, പാർക്ക് ഇതെല്ലാം ഈട ഉള്ളത്. പ്ലാനറ്റോറിയം ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുവേ. ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ചിട്ടു ഗലീലിയോ, ആര്യഭട്ട തുടങ്ങിയ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള അറിവും ഇങ്ങക്ക് ഈട വന്നാ കിട്ടും. ഈടുന്ന് ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് അടുത്ത സ്ഥലത്തോട്ടേക്ക് പോയത്. കടലിന്റെ സൗന്ദര്യം എല്ലാം ആസ്വദിച്ചിട്ട് നല്ലൊരു ബോട്ട് യാത്ര. പിന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു പാർക്കും ഉണ്ടേനു. ആടെ പോയി കുറച്ചു സമയം ഇരുന്ന് അതിനുശേഷം ഒരു ചായയും കുടിച്ച് നേരെ കോഴിക്കോട് ബീച്ചിലോട്ടേക്ക് പോയി. ഇവരെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കേക്കെല്ലാം മുറിച്ച് പിന്നെ കുറച്ചു സമയം ബീച്ചിൽ നിന്ന് കളിച്ച് പിന്നെ നേരെ പോയി ഭക്ഷണവും കഴിച്ച് തിരിച്ച് നാട്ടിലോട്ടേക്ക്. ശരിക്കും പറഞ്ഞാൽ ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് കിട്ടിയില്ല എക്സ്പീരിയൻസ് ചെയ്യുവേ. ഒരു ദിവസം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാല്. അപ്പൊ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ ശരിയപ്പാ, ഓക്കെ ബൈ.